തിരുവനന്തപുരം വർക്കലയിൽ വീട്ടുകാരെ മയക്കി കിടത്തി മോഷണം. വീട്ടുജോലിക്കാരിയായ നേപ്പാളി സ്വദേശിയായ യുവതിയുടെ നേതൃത്വത്തിലായിരുന്നു മോഷണം. യുവതി ഓടി രക്ഷപ്പെട്ടെങ്കിലും ഒപ്പമുണ്ടായിരുന്ന 2 പേർ പിടിയിലായി. യുവതി രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ കാണാം ആദ്യം. CCTV കണ്ടു കേട്ടാ. അപ്പുറത്ത് സ്പോട്ടിൽ പോയി. അതാ ഇതെന്തായാലും ഉത്സവപ്പറമ്പിലൊന്നും പോയിട്ട് വരെയല്ല. ആർ ശ്രീജിത്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. ആർ ശ്രീജിത്ത്, നേപ്പാൾ സ്വദേശിയായ യുവതിയാണ് ഈ ആക്രമണത്തിന് അല്ലെങ്കിൽ ഈ തട്ടിപ്പിന് ഉള്ള ചുക്കാൻ പിടിച്ചതെന്നാണോ അതോ അവരെ ആയുധമാക്കുകയായിരുന്നോ? എന്തൊക്കെയാണ് ഈ മോഷണം സംബന്ധിച്ച് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? സുജയ, വർക്കല ഹരിഹരപുരം LP സ്കൂളിന് സമീപം ലൈം വില്ല എന്ന വീട്ടിൽ ഇന്നലെ രാത്രിയോടെയാണ് മോഷണമുണ്ടായത്. മോഷണവിവരം വീട്ടുകാർ അറിയുന്നത് അവിടെ താമസിക്കുന്ന യുവതിയുടെ ഭർത്താവ് വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഫോൺ കിട്ടാത്തതുകൊണ്ട് അടുത്ത വീട്ടിലെ ബന്ധുവിനെ വിളിച്ചു. ബന്ധു വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴാണ് കതവ് തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് 3 പേരും, അതായത് ഈ സിന്ധു, പിന്നെ ഭർത്താവിൻ്റെ അമ്മ അടക്കം 3 പേർ ബോധരഹിതരായി കിടക്കുന്നത് കണ്ടത്. തുടർന്ന് ചുറ്റും അന്വേഷിച്ചപ്പോഴാണ് വീടിൻ്റെ പുറത്ത് മതിൽ ചാടി കമ്പിവേലിക്കിടയ്ക്കൂടെ പുറത്തു പോകാൻ ശ്രമിച്ച ഒരാൾ കമ്പിയിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടു. അങ്ങനെയാണ് മോഷണമാണെന്ന കാര്യം വ്യക്തമായത്. എന്തായാലും 15 ദിവസമായി ഈ വീട്ടുജോലിക്ക് വന്നിരുന്ന നേപ്പാളി സ്വദേശിനിയായ യുവതിയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലർത്തി യുവതിയാണ് വീട്ടിലുണ്ടായിരുന്ന 3 പേരെയും ബോധം കെടുത്തി മോഷണത്തിന് നേതൃത്വം കൊടുത്തതെന്നാണ് വിവരം. ഈ യുവതി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. ഇതോടൊപ്പം ഈ യുവതിയുടെ കൂടെ ഈ മോഷണത്തിൽ സഹായിച്ച 2 പേരാണ് ഇപ്പോൾ പിടിയിലായത്. ഒരാളെ വീടിൻ്റെ പരിസരത്ത് നിന്നും മറ്റൊരാൾ വീടിൻ്റെ ഈ കമ്പിവേലി നൂർന്ന് പുറത്തേക്ക് പോകുമ്പോൾ കമ്പിയിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലുമാണ് നാട്ടുകാർ പിടികൂടിയത്. ഇവരെ 2 പേരുടെയും പേരുവിവരങ്ങളും മറ്റും പോലീസ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. എന്തായാലും വിലപിടിപ്പുള്ള വസ്തുക്കളും സ്വർണ്ണാഭരണങ്ങളും മോഷണം പോയിട്ടുണ്ടെന്നാണ് നിഗമനം. ഇതിൻ്റെ കണക്കെടുപ്പ് നടക്കുന്നതേ ഉള്ളൂ. എന്തായാലും വീട്ടുകാർ ഈ ബോധരഹിതരായ 3 പേരും ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ കൊല്ലത്തെ ചികിത്സയിലാണ്. എന്തായാലും വളരെ ആസൂത്രിതമായ ഒരു മോഷണ ശ്രമമാണ് അവിടെ നടന്നതെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. പോലീസും വില്ലേട വിദഗ്ധരും ഒക്കെ തന്നെ അവിടെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി, വർക്കലയിൽ നടന്ന മോഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ആർ ശ്രീജിത്ത് പങ്കുവച്ചത്.